ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് രാവിലെ ചായകുടി കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ചോറ് വെച്ചത് ബാക്കി വന്നതാണ്, അത് ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചോറ് അടുപ്പത്തുണ്ട്, ഇനി ഇവിടെയൊക്കെ ക്ലീനിങ് ആക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ വീഡിയോസാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അടുക്കള നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കട്ടോ. ചോറ് വേകുമ്പോഴത്തേന് നമുക്ക് വേഗം വൃത്തിയാക്കി എടുക്കാം. മഴ ആയതുകൊണ്ട് ചെറിയ കമ്മിയുണ്ട് കേട്ടോ, എന്നാലും വിറക് കത്താൻ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇതൊക്കെ ക്ലീനാക്കിയിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രം കഴുകാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഓയ് സിരിച്ചൊന്ന് കൊടുക്കടിൻ്റെ അജമ്മ, ഞാൻ സോപ്പാക്കിയിരിക്കണേ. ശരിയോ? ആ മാമ തരും കേട്ടോ. മെച്ചി പാത്രങ്ങൾ കഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഇതിനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാം. നീ ആ അടുക്കളയിലത്തത് കഴിഞ്ഞു, നീ ഈ അടുക്കളയിലത്തെ തുടച്ചിടാൻ കേട്ടോ.
ഓക്കെ മാറ്റട്ടെ. ഇതിന് കൂടെ കൂട്ടായിട്ട് ഇഞ്ചുമാവുന്ന അപ്പുറത്ത് കൊണ്ടുപോയിടെ. അപ്പോൾ ഇന്ന് ചായ എടുത്തത് കാണിച്ചു കേട്ടോ. അവളത് കുട്ടിക്ക് ചായ എടുത്തത്. കുട്ടി ഇന്ന് കുറച്ച് വൈകിട്ട് എന്നിട്ട് ഉറങ്ങാൻ വൈകിയ കാരണത്താൽ ഈ ചായക്കണം. അപ്പം ഇന്ന് മാമ മതി പറഞ്ഞപ്പോൾ പിന്നെ അവൾ പിന്നെ ആരാ വേണ്ടി ചവലോട് പറയും. ഇനി അതിൻ്റെ വേണം ഉമ്മന്നെ വേണം പറഞ്ഞപ്പോൾ ഉമ്മന്നെ ആട്ടും. അങ്ങനെ അവൾക്ക് ആരെയും വേണ്ടിച്ചാൽ പോല് ചെയ്ത് കൊടുക്കട്ടോ. അപ്പം നമ്മളെ ഒരു ട്രിപ്പ് വൃത്തിയാക്കൽ കഴിഞ്ഞു. പാത്രം കഴുകി കയ്യലില്ലല്ലോ. ഇനി നമുക്ക് ചോറ് എന്തൊക്കണോ നോക്കട്ടോ. ചോറ് സംഭവം തിളച്ചൊക്കെ ചെയ്തിക്കണു. അതെന്ത് വെച്ചാൽ തീ കത്തിക്കൽ കമ്മിയായി. അല്ലെങ്കിൽ റേഷനരിയാണ് വേഗം വേകുന്നതാണ്. ആയിട്ടില്ല, കുറച്ചുകൂടെ കൂടി കിടക്കട്ടെ. ഇനി അപ്പം നമുക്ക് ഇതിൽ കൂടി വിരിച്ചിടാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഇതിൻ്റെ ചൂടത്തിട്ട് കുറച്ചേക്കൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അതായത് തലേണയാണ്, തലേണൻ്റെ കവറാണ് കേട്ടോ. ഇതിലിങ്ങനെ വെച്ചെടുക്കട്ടെ. ചുറ്റോളം മാറ്റി മറിച്ചു വിട്ടാൽ അതായത് ഈ എന്താവുകൊണ്ട് മഴയാവുകൊണ്ട് തീരെ ഉണങ്ങണില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിടാതെ വരും. അപ്പം എല്ലാവരും സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ. പിന്നെ നമ്മളെ ഉള്ളിലത്തെ അയലൊക്കെ ഫുള്ളടങ്ങി. ഈ കഷ്ണത്തുണികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഓരോരോ പിച്ച് കഷ്ണം അതൊക്കെ അവിടെ ചെയ്ത് കുറേ കഷ്ണങ്ങളുണ്ട്. കീറക്കണ്ടങ്ങൾ അവിടെ ഇങ്ങനെ കിടന്നാവട്ടെ. പിന്നെ ഇങ്ങനെ ചോറായിട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കപ്പോൾ ഇതിന് വേഗം പോയിട്ട് എന്ത് സെറ്റാക്കാം. അപ്പോൾ ചോറ് ഊറ്റാനുള്ളത് കാരണം റേഷൻ അരി അല്ലേ. അപ്പോൾ എപ്പോഴാണ് വേഗമാവൂലേ അത്. അപ്പോൾ പിന്നെ എല്ലാവരും സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അടുപ്പത്ത് വെക്കാനുള്ളതും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് എന്താ കൂട്ടാണ്ടാക്കുക. ആദ്യം ഇനി കുട്ടീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയോക്കട്ടെ. കുട്ടി നീച്ചിക്കൂടോന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പം ഇനി ഓൻ്റെ കാര്യങ്ങൾ സെറ്റാക്കട്ടെ. അപ്പം നമുക്ക് നമ്മളെ ചോറ് വെന്തിക്കണോ നോക്കി നോക്കട്ടോ. ഓളുണ്ടാടെ ഒക്കെ പനിയാ ഇന്നലെ രാത്രി. അപ്പോൾ ഈ മുട്ടപ്പോതിൽ കണ്ടില്ലേ ഏകദേശമൊക്കെ ഇത് ഉണക്കായി. ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നുണങ്ങാണ്ട് എന്നാലും ഏകദേശമൊക്കെ ആയി. നമ്മളിവിടെ ചോറ് ഊറ്റുണ്ട്. ഇനി നമുക്കിത് തീമക്കണം. ഇതെന്താ അറിയോ, തുള്ളി വെള്ളം ഇതിക്ക് ഉലുവ ഇടുക കേട്ടോ. ഇത് മതിയോ? ഇത് നമ്മളെ ചട്ടി ഇവിടെ ചെമ്പ് വലിയപ്പോൾ കുട്ടിക്കൊന്ന് പനിയുണ്ട്. അപ്പോൾ ഇത് കൊടുത്താൽ കഞ്ഞിവെള്ളം വേണ്ട. ഇനി നമുക്ക് ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് വലിച്ച. ഇത് നമുക്ക് ഈ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ലൊരു മരുന്നാട്ടത്. ഉലുവ വെള്ളം രാത്രിയിലും
രാത്രിയിലും രാവിലെ നേരം വെളുക്കുമ്പോഴും കുടിക്കുക. അപ്പം അതും ഇനി അവിടെ കിടന്ന് കണ്ട് അങ്ങനെ ആയിക്കോളും. ഇനി കത്തിച്ചൊന്നും വേണ്ട. നമ്മളെന്തെങ്കിലും കത്തിച്ചുമ്പോൾ അപ്പോഴും പിന്നെ ഇതിങ്ങനെ വെക്കും, അങ്ങനെയായിട്ട് ചെയ്യൽ. പിന്നെ നമുക്ക് ചുടുവെള്ളം അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇവിടെ ഇതാവുകൊണ്ടേ നടുവിലൊരു മൺകുടുക്കിയിൽ അങ്ങനെ വെള്ളം വെക്കലാണ്. അപ്പോൾ അതും നല്ല ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഊറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ കൂട്ടാൻ ഉണ്ടാക്കുക കരുതിങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനിവിടെ പോകട്ടെ, ഇതൊക്കെ അടച്ച് വെക്കണം. ഇനി എന്താണ് കൂട്ടാനുണ്ടാക്കുക എന്നൊരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട് അവിടെ. എന്തേലും ഇന്നലെ പൊരിച്ച 2 ഉണക്കമീനുണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ഞാൻ നോക്കിയപ്പോൾ വെണ്ടക്ക കൂട്ടാനുണ്ട്. വെണ്ടക്കയും തക്കാളിയും കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഈ കഷ്ണ തുണിയെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിടണം കേട്ടോ. അവിടെയാണ് നമ്മളെ മിടുക്ക്. അപ്പം ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വന്നോളും. അല്ലാതെ ഉണ്ടാവില്ലേ. വാഷ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. പക്ഷേ എല്ലാവരും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ കാര്യം കാട്ടുന്നത്. മൂത്രാവുള്ളതല്ലേ, എങ്ങനെയെങ്കിലൊക്കെ ഉണങ്ങി കിട്ടിയാൽ മതി. പിന്നെ അപ്പം ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമുക്ക് തിന്നണതിൻ്റെ കുറച്ച് മുമ്പ് അങ്ങനെ കാട്ടിയേക്കാം. ഇനി നമുക്ക് കൂട്ടാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ കിടക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ തപ്പിയപ്പോൾ ഇതാ കണ്ടത്. പിന്നെ കുമ്പളം കണ്ടു. കുമ്പളം എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇത് വെച്ചിട്ടൊരു വെണ്ടക്കയും തക്കാളി കറി. തേങ്ങ നിറക്കണില്ല കേട്ടോ. തേങ്ങ നിറക്കാത്തൊരു കറി. തേങ്ങ ഇറക്കണമെങ്കിൽ തേങ്ങ ആദ്യം പോയി പൊടിച്ചണം. അപ്പോൾ തേങ്ങ ഉണ്ടോ നോക്കണം. കുറേ പണികളാണ്. അങ്ങനെ അരിഞ്ഞെടുക്കാൻ അതൊക്കെ എന്ത് ചെയ്യാം. കട്ടിംഗ് ബോർഡ് എടുക്കാം. തീരെ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തു കേട്ടോ. ഈ റബ്ബർ ഇടുകയാണെങ്കിൽ അതിയുത്തമം. എന്നിട്ട് ഇങ്ങനെ കാട്ടണം. ഓരോന്നാകുമ്പോൾ സമയം ഇങ്ങനെ പോവുകയല്ലേ. അപ്പം നമുക്ക് എന്താട്ടാം, ഒക്കെ പാടെ കൂട്ടി ഇങ്ങനെ അരിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ചണ്ടോ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. നമുക്ക് സമയത്തിൻ്റെ പരിമിതി നല്ലോണം ഉണ്ട്. കണ്ടോ, ശരിക്ക് അരിയലും ചെയ്യും. ഇനി നമുക്ക് തക്കാളി ഇവിടെ പുളിങ്ങ ഒന്നിച്ചാൽ ഉണ്ടാവുന്നില്ല.
ഇതിലാട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം കടുക് ഇനി അത് ഒന്ന് ആയി വരട്ടെ കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഒരു ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് അപ്പത്തൊക്കെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് വയ്ക്കാത്ത കൊടുക്കുക. ഇനി അത് അവിടെ കടന്ന് കാണും ഇങ്ങനെ ഇതാവണ്ടല്ലോ. അത് വയ്ക്കിട്ടു. അങ്ങനെ അടച്ച് വെച്ച് നോക്കട്ടോ.
അതാകുമ്പോഴത്തേന് നമുക്ക് നിലക്കത്തെ ഒരു മോര് കുമ്പളങ്ങ മോര് കാച്ചി കറി കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിളപ്പിച്ച് രാവിലെ ഉണ്ടാക്കി അതിൻ്റെ ചട്ടിയില്ലേ അയക്കാൻ ഇതാക്കി കിടക്ക് കഴുകിയിട്ടൊന്നുമില്ല, കാരണം കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കട്ടോ. ഏകദേശം കഴിക്കും. ഇതും ഇവിടെ തിളച്ചിക്കും. നമുക്ക് പൊടി ഇട്ട് കൊടുക്കട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൗഡർ കേട്ടോ. ഒരു കുറച്ചധികം പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ഒഴിച്ച് ചേർക്കുന്നില്ല. ഈ സാമ്പാർ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി സൂപ്പർ നോവ അതിൻ്റെ തന്നെ കായത്തിൻ്റെ ഒരു പൊട്ടിച്ചതാട്ടോ, അത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളവും ചേർക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടക്ക കറി റെഡി. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും അതിൽ ഉപ്പും മുളകും മഞ്ഞളും പിന്നെ മല്ലിയിലതും സെറ്റായി കഴിഞ്ഞാൽ ആ കറി ഉഷാറായി. ഇനി നമ്മൾ ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്നും ചിലപ്പോൾ വീഡിയോയിൽ കിട്ടിയെന്ന് വരില്ല, കാരണം സ്റ്റോറേജ് ഫുള്ളായി വന്നുകൊണ്ട് വന്നിപ്പോൾ. അപ്പോൾ പുളിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ പുളിങ്ങ കൊടുന്നാൽ ഞങ്ങളൊക്കെ തിന്നതുകൊണ്ട് പുളിങ്ങല്ല. അത് നമ്മൾ കുറച്ചൊരു കറി ഉണ്ടാക്കുന്നുള്ളൂ. കാരണം മറ്റേ കുമ്പളങ്ങ കറി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ആട്ടോ ഇതൊക്കെ. ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ ലഞ്ച്.